ഹലോ. അപ്പോൾ സമയം ഇപ്പം രാവിലെ 6 മണി. ഈ വെളുപ്പാങ്കാലത്ത് ഞാൻ എണീച്ച് വേറൊന്നും കണ്ടല്ല. ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. വെറും ബർത്ത്ഡേ അല്ല, അച്ഛനിന്ന് 60 വയസ്സാവുകയാണ്. കണ്ടാൽ തോന്നൂലെന്നേ ഉള്ളൂ, പക്ഷെ അച്ഛനിന്ന് 60 വയസ്സാവുകയാണ്. അപ്പോൾ വലിയ രീതിയിൽ ആഘോഷമോ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഞാൻ അച്ഛനും മാത്രമേ ഉള്ളൂ. അമ്മയും ചേട്ടനൊക്കെ ഇനി അടുത്ത വർഷം വരുമ്പോൾ വലിയ രീതിയിലൊക്കെ ആഘോഷിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ അച്ഛന് ചെറിയ സർപ്രൈസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിനെ തൊട്ട് അച്ഛൻ പറയാണ് അമ്പലത്തിൽ പോകണം എന്ന്. അപ്പോൾ ഇനി കുളിച്ച് അമ്പലത്തിൽ പോകണം. അങ്ങനെ രാവിലെ തന്നെ കാർമേഘമൊക്കെ മൂടി കിടപ്പുണ്ട്, ചെറിയ രീതിയിൽ ചാറ്റൽ മഴയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം തന്നെ ഞാൻ വോയിസ് കൊടുക്കുമ്പോഴേ ബാക്ക്ഗ്രൗണ്ടിൽ ചാറ്റൽ മഴയല്ല, നല്ല രീതിയിൽ മഴ പെയ്യുന്നതിൻ്റെ ശബ്ദവും കാര്യങ്ങളെല്ലാം കേൾക്കാം. അങ്ങനെ ഞാൻ റെഡിയായി, ഞങ്ങളതേ അമ്പലത്തിലേക്ക് പോവുകയാണ്. പോണ വഴിക്കാണ് ആക്കുളം കായലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ ഒരു ഇത് കണ്ടത്. സൂര്യനെ മൂടുന്ന കാർമേഘം, നല്ല രീതിയിൽ മഴയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ മഴക്കോളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് കരിക്ക അമ്പലത്തിലേക്കാണ്. അവിടെ ചെന്നിട്ട് കാല് കഴുകാനായിട്ട് പോയി കുളത്തിലേക്ക്. സാധാരണ ഇവിടെ ചെറിയ കുഞ്ഞു മീനുകളും കാര്യങ്ങളെല്ലാം കാണും. ഇപ്രാവശ്യം ഞാൻ പക്ഷെ അതിനൊന്നും കണ്ടില്ല. അങ്ങനെ എല്ലാവരുടെ പേരിലും അർച്ചനയെ കഴിപ്പിച്ച് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഞാനും അച്ഛനും തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അച്ഛൻ ആ സമയത്ത് ആരെയൊക്കെ വിളിക്കുകയാണ്, അമ്പലത്തിൻ്റെ അകത്ത് നിന്ന സമയത്ത് ആരൊക്കെ കുറച്ചൊരു വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയപ്പോൾ അപ്പച്ചിര വക ഇഡ്ഡലി സാമ്പാറും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞത് അച്ഛൻ എവിടെ പോകാൻ വേണ്ടി ഇറങ്ങി, ടൂൾസ് എടുക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴത്തേക്കും നല്ല മഴ. അച്ഛൻ ജോലി സ്ഥലത്ത് നിന്ന് ടൂൾസ് എടുക്കാൻ വേണ്ടി പോയിക്കുകയാണ്. അപ്പം കസിൻ ചേച്ചിയുടെ പിള്ളേർ വരാമെന്നാണ് പറഞ്ഞത്, പക്ഷെ അവർക്ക് നല്ല മഴ അവിടെ. അവർക്ക് വീട്ടിൽ നിന്ന് വെളിയിൽ പോലും ഇറങ്ങാൻ വയ്യ. ഇവിടെ ആയാലും അതേപോലെ തന്നെ നല്ല മഴക്കോളും അതേപോലെ തന്നെ ചാറ്റൽ മഴയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അവർ വരുന്നു എന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കേക്ക് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ വരാത്തത് കൊണ്ട് ഞാൻ കേക്ക് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മഴയും ഈ കാലാവസ്ഥയിൽ പുറത്ത് മഴ തന്നെ എനിക്ക് വയ്യ, കാരണം ഓൾറെഡി ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കേക്ക് ഓർഡർ ചെയ്യാം. ഇപ്പോൾ ഓർഡർ ചെയ്ത് ഇനി എപ്പോൾ വരും എന്നുള്ള കാര്യം പോലും എനിക്കറിയത്തില്ല. പിന്നെ അവരുണ്ടെങ്കിൽ പാർട്ടി പോപ്പറൊക്കെ പൊട്ടിച്ച് നല്ല രീതിയിൽ ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നത്. പക്ഷേ കേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് അച്ഛൻ എത്തി. അച്ഛൻ ചോദിച്ചു, നീ എന്തിനാണ് ഈ കേക്കൊക്കെ വാങ്ങിച്ചത്? കാരണം അച്ഛന് വലുതായിട്ട് ആഘോഷിക്കണ ഇഷ്ടമില്ല. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. Happy birthday to you. പിന്നെ ചെറിയ രീതിയിൽ കേബേജ് തോരനും അതേപോലെ തന്നെ ചോറും, പിന്നെ ഞാൻ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു. പപ്പടവും 2 തരം അച്ചാറും തോരനും മീൻകറിയും, പിന്നെ രാവിലത്തെ കാപ്പിക്കുണ്ടായിരുന്ന സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി നല്ല രീതിയിൽ ചോറ് കഴിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.